പിന്നെ മക്കളുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ലുഖ്മാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല മാതാപിതാക്കളും മക്കളാവാൻ ദുആ ചെയ്തു, പിന്നെ ഓരെ കൊണ്ടാണ് ടെൻഷൻ. വാഴ വെക്കുന്ന കഥ പറയല് അല്ലേ? വാഴ വെച്ചാ മതിയേനു, തെങ്ങ് വെച്ചാ മതിയേനു, എന്ത് കഥ പറയലില്ലേ? സൂറത്തുൽ ലുഖ്മാൻ ഓതിയാ മതിയായിരുന്നു. എൻ്റെ മറുപടി, മക്കള് ശരിപ്പെട്ട് കിട്ടുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഭാഗ്യമാണ്. അല്ലാഹുവേ, ആ അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എത്രത്തോളം അനുസരണയുള്ള മകനായോ അതുപോലെ ഞങ്ങളെ മക്കളെ നീ ആക്കി തരണേ അല്ലാ. ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ദുആ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ആവണം. എങ്ങനെ? ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസരിച്ചതുപോലെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ അനുസരിപ്പിക്കണേ എന്ന് ദുആ ചെയ്താൽ ആ ദുആയിൽ ഒരു ബർക്കത്തുണ്ട്. എന്താ ബർക്കത്ത്? 2 നബിമാരുടെ പേര് പറഞ്ഞു, 2 നബിമാരുടെ ഖസസ് ഓർമ്മിച്ചു, 2 നബിമാര് അള്ളാഹനെ അനുസരിച്ചതിനെ ഓർമ്മിച്ചു. ഈ ഓർമ്മകൾ കാരണം നിങ്ങളുടെ മക്കള് നന്നായി തീരും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സൂറത്തുൽ ലുഖ്മാൻ മക്കള് കേൾക്കെ ഓതുന്നതും മക്കൾ നന്നാവാനുള്ള ഹിക്മത്തുകളും മക്കളോട് മാതാപിതാക്കൾ സംസാരിക്കേണ്ട ശൈലിയും സൂറത്തുൽ ലുഖ്മാനിലാണുള്ളത്.